قل أي شيء أكبر شهادة قل أي شيء أكبر شهادة قل أي شيء أكبر شهادة قل الله. നിങ്ങൾ റസൂലാണെന്നതിന് ഞങ്ങൾക്ക് എന്താണ് സാക്ഷി? ആരാണ് സാക്ഷി? എന്താണ് നിങ്ങളുടെ സാക്ഷിപത്രം എന്ന് മുശ്രിക്കുകൾ കുഫാർ നബിയോട് ചോദിച്ച സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണ് അൻആം 17-ാമത്തെ ആയത്ത്. 17 ഞാൻ പറയാൻ കാരണമുണ്ട്, ഞാനത് കൂട്ടിപ്പടിച്ചതാണ്. يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير قل أي شيء أكبر شهادة قل الله. 17, 18, 19. നിന്നെ ബുദ്ധിമുട്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അത് നിവൃത്തിയാക്കി തരാനും കഴിയില്ല. ഒരു ബുദ്ധിമുട്ട്, നേരിയ ഒരു ബുദ്ധിമുട്ട് നിന്നെ ബുദ്ധിമുട്ടാക്കാൻ അള്ളാഹ് തീരുമാനിക്കുന്നൊന്നല്ല. ഒരു നേരിയ ഒരു ബുദ്ധിമുട്ട് നിന്നെ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം ഒരു നേരിയ ബുദ്ധിമുട്ട് സ്പർശിക്കുകയാണെങ്കിൽ പോലും സഹിക്കാൻ നിനക്ക് കഴിയില്ല. അള്ളാഹു നമ്മളെ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അള്ളാഹുവിനല്ലാതെ അത് നിവർത്തിയാക്കി തരാനും കഴിയില്ല. ഫലാ കാശിഫ ലഹു ഇല്ലാഹു وإن يمسسك بخير فهو على كل شيء قدير. ഒരു ഗുണം, ഒരു നേട്ടം നിന്നെ സ്പർശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാലോ അവൻ എന്തിനും പോകുന്നവനാണ്. അവൻ അവന്റെ സൃഷ്ടികളുടെ മേൽ ജേതാവാണ്. അവൻ തോൽക്കൂല, അവനെ ജയിക്കൂ. ഒക്കെ തോൽക്കും, അവനെ ജയിക്കൂ. ഹക്കീം, അവനേറെ തന്ത്രജ്ഞനും അൽ ഖബീർ, എല്ലാത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ള് അറിയുന്നവനുമാണ്. അല്ലാഹ് നബിയെ തങ്ങൾ ചോദിക്കും അവരോട്, അയ്യുഷൈൻ അക്ബർ ഷഹാദ, എന്ത് സാക്ഷിയാണ് വലിയ സാക്ഷിയായി നിങ്ങൾക്ക് വേണ്ടത്? എന്നിട്ട് കൊൽ നബി, 2 കൊൽ അടുത്തടുത്ത്, അടുത്തടുത്ത് قل أي شيء أكبر شهادة قل الله قل أي شيء أكبر شهادة قل الله. നിങ്ങൾക്ക് എന്ത് സാക്ഷിത്വമാണ് വേണ്ടതെന്ന് അവരോട് ചോദിക്കുക. അവർക്ക് പറയാൻ കഴിയില്ല. കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹ് ഏറ്റവും വലിയ സാക്ഷി അള്ളാഹുവാണ്. എൻ്റെ കർമ്മങ്ങൾക്കെല്ലാം, എൻ്റെ സിദ്ധികൾക്കെല്ലാം, എൻ്റെ നേട്ടങ്ങൾക്കെല്ലാം സാക്ഷി അള്ളാഹുവാണ്. ഇന്ന് 312-ാമത്തെ ക്ലാസ് ഇത് പറയാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ സാക്ഷിയാവുക. ഇതിന് ലക്ഷ്യമില്ല, ഇതിന് ലക്ഷ്യമില്ല. 2000 നവംബർ 5 തുടങ്ങിയ ക്ലാസ്സാണ്. 25-ാമത്തെ കൊല്ലം. ഇത് 2 ആഴ്ച കഴിഞ്ഞാൽ, 3 ആഴ്ച കഴിഞ്ഞാൽ 25 കൊല്ലം പൂർത്തിയാവും. ആ ക്ലാസ്സിൽ ഒരു വട്ടം പങ്കെടുത്തവർ, നല്ല മനസ്സോടെ പങ്കെടുത്തവരെല്ലാം നരകത്തിനെ ഹറാമാക്കണമേ എന്നതാണ് തേട്ടം. അത് ഇന്നലെ രാത്രിയും ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു വട്ടം പങ്കെടുത്താൽ മതി, ഒറ്റവട്ടം. ഇതൊരു കാലഘട്ടത്തിൻ്റെ തൗഫീഖാണ്. ഇതിന് മേലൊരു തൗഫീഖ് ഇല്ല എന്ന് വാദമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ ഇതൊരു തൗഫീഖാണ്. അതാർക്ക്? സദസ്സിൻ്റെ തൗഫീഖാണ്, എൻ്റെതല്ല. എൻ്റെ തൗഫീഖല്ല, സദസ്സിൻ്റെ തൗഫീഖാണ്. അല്ലാഹു സാക്ഷിയല്ല, അല്ലെങ്കിൽ നടക്കൂല. ഇത് തുടങ്ങിയ കൊല്ലം തന്നെയും കൊറോണ വന്നു. എന്നിട്ടും ഇത് മുടങ്ങിയത് 1 ക്ലാസ് 2 ക്ലാസ്സുമാണ്. ഞാൻ ഒറ്റക്ക് കൂടി ഇരുന്ന് ക്ലാസ് എടുക്കും. എത്രയോ ക്ലാസ് ഞാൻ ഒറ്റക്കാണ്. ഒരാളില്ല, ക്യാമറമാൻ ഉണ്ടാവും, ഞാനും. ആരാണ് ഏറ്റവും വലിയ സാക്ഷി? അത് അല്ലാഹുവാണ്. എല്ലാം ഫഇന്നൽ അംറ കുല്ലഹു ബിയദില്ലാഹ് വമാ ഉഅതിയ ശൈഉൻ വമാ ഉഅതിയ ലിൽഅബ്ദി ശൈഅൻ അഹ്സന
തൗഫീഖിനെക്കാളും വലിയ ഒരു കാര്യം ഒരു അബ്ദിനും നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹു തൗഫീഖിന് തുറന്ന്. അള്ളാഹ് എന്താ തൗഫീഖിന്റെ നിർവചനം അറിയില്ല. നമ്മൾ തൗഫീഖ് എന്ന് പറയാം. തൗഫീഖിന്റെ നിർവചനം എന്താ? ഭാഗ്യം എന്നാണോ? അല്ല, ഭാഗ്യമല്ല. ഭാഗ്യത്തിന് വേറെ എന്തൊക്കെയോ പദങ്ങളുണ്ട്. തൗഫീഖിന് നമ്മൾ മലയാളം പറയലില്ല. ഇനി നമ്മൾ എന്താ പറയാ? തൗഫീഖ് തന്നെ പറയും. ഏത് കന്നോട്ട് നോനും തൗഫീഖ് എന്ന് പറയാം. അതുപോലെ തൗഫീഖ് ഇല്ല എന്ന് പറയും. എന്തിനും ക്ഷമക്ക് നമ്മൾ സബറിന് നമ്മൾ ക്ഷമ എന്ന് പറയും. 90% ക്ഷമ എന്ന് പറയും. സബറിന് കുറച്ച് ആളുകൾ പറയും. നന്ദി എന്ന് പറയും. ശുക്രിന്ന് കുറച്ച് കുറവാണ്. പക്ഷെ തൗഫീഖിന് നമ്മൾ വ്യാഖ്യാനം ഒന്നും പറയില്ല. തൗഫീഖ് ഈ മജ്‌ലിസിൽ വരുന്നത് ഒരു തൗഫീഖാണ്. ആരുടെ തൗഫീഖാണ്? ഈ സദസ്സിന്റെ തൗഫീഖാണ്. ഇത് പറയൽ റബ്ബിന്റെ ഒരു തൗഫീഖാണ്. ഞാൻ അതിന് അയോഗ്യനാണ്. എങ്കിലും റബ്ബ് എന്നെ ഇന്നും ഇരുത്തി അടുത്ത ആഴ്ച ഇരുത്തുന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതറിയാണ്. ഇതിലെന്താ ലക്ഷ്യം? ഒരു ലക്ഷ്യമില്ല, ഒന്നുമില്ല. അതാണ് കോടതി ചെല്ലുമ്പോൾ വേറെ ഒരു ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യമില്ല. قل أي شيء أكبر شهادة قل الله. 2018 ജൂലൈയിൽ എൻ്റെ വാപ്പ മരിച്ചു. അപ്പോൾ ഞാൻ വാപ്പാക്ക് കുറച്ച് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെങ്ങന്മാരോടും പറഞ്ഞ് ഞാൻ ഭൂമിയിൽ നിന്ന് 1 ഏക്കർ ഭൂമി ഒരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ ദീനീ പ്രവർത്തകരെ, നാട്ടിലെ ദീനീ പ്രവർത്തകരെ വിളിച്ച് അവരോട് പറഞ്ഞു, 1 ഏക്കർ ഭൂമി പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു വില കിട്ടുന്ന ഭൂമിയാണ്, വഴിയും തരും, 1 ഏക്കർ ഭൂമിയും തരും. ഞങ്ങൾ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട് ഉപ്പാൻ്റെ പേരിൽ കോളേജ് ഉണ്ടാക്കിക്കോളൂ. അത് നടത്തുന്ന കാര്യത്തിൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തുതരാം. പക്ഷേ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഓരോരുത്തരും ഓരോ കോളേജും ഏർപ്പാടൊക്കെ ഉള്ളവരാണ്. ബാക്കി ദൂരെ ജോലി ചെയ്യുന്നവരുമാണ്. അപ്പോൾ അവർക്ക് അതിലൊരു സമയമായില്ല. പിന്നെ ആലോചിക്കുക ഉസ്താദ് എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് നീണ്ടുപോയി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. 2018 അങ്ങനെ കഴിഞ്ഞു. 2018 ജൂലൈയിൽ ബാപ്പ മരിച്ചു. 2018 അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ മനസ്സിന് വല്ലാത്തൊരാദ്യമായി ബാപ്പ. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പഠിച്ചോനെ എന്ന്. അപ്പോൾ മഞ്ചേരിക്കടുത്തുള്ള ഒരാൾ എനിക്ക് അള്ളാഹുവിനെ പറ്റിയുള്ളൊരു കവിത അയച്ചെന്നു. ആ കവിത അതിമനോഹരമായ ഒരു അറബി പാടുന്നുണ്ട്. അത് അയച്ചെന്നു. 2018 അവസാനമോ 2019 തുടക്കമോ. അപ്പോൾ ഈ കവിത കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതകരമായൊരു കവിതയായി തോന്നി. ഒരു നിലക്ക് കരിഞ്ഞുപോയി. കാരണം അള്ളാഹിൻ്റെ വലുപ്പത്തിലാണല്ലോ പഠിച്ചോനെ. ഇങ്ങനെയൊക്കെ എനിക്കൊരു നാവ് വന്നിട്ടും അള്ളാഹിൻ്റെ വലുപ്പത്തിനും പറയാൻ കഴിയും, അതിനായിട്ട് ഒരുങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആശയം തോന്നി, ഇങ്ങനൊരു കാര്യം ചെയ്യാം. അങ്ങനെ കേരളത്തിലെ പ്രധാനികളായ ചില ദീനി പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും കോഴിക്കോട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടി. അവരോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം പാപ്പ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കോഴിക്കോട് ടൗൺ ഹാളിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ഒരു ക്ലാസ് അള്ളാഹിനെ പറ്റി എല്ലാവർക്കും വരാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അത് നല്ല കാര്യമാണ്, ടൗൺ ഹാളിലാകുമ്പോൾ പരമാവധി ആളുകൾക്ക് പങ്കെടുക്കാം. പക്ഷേ അതിന് ഉള്ള പ്രയാസം, ടൗൺ ഹാൾ എന്നുള്ളത് കോർപ്പറേഷൻ്റെതാണ്. സർക്കാർ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. സർക്കാർ പരിപാടികൾ തിരഞ്ഞെടുപ്പ് മറ്റുവാണെങ്കിൽ അടിക്കടി വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് പിന്നെ വഴി അത് ആളുകൾക്ക് കൺഫ്യൂഷൻ വരും, ഈ ആഴ്ച അവിടെയാണോ ഇവിടെയാണോ. അപ്പോൾ അത് നല്ലത്, നിങ്ങൾ ദാറുൽ ഖുർആനിലല്ലേ ഇരിക്കുന്നത്, ദാറുൽ ഖുർആൻ തന്നെ ചെയ്യും, നമ്മൾ സഹകരിക്കാമെന്ന് പറഞ്ഞു. അവരൊക്കെ സഹകരിച്ചു. അങ്ങനെ 2019 മാർച്ച് 29 തുടങ്ങിയതാണ്. 2019 മാർച്ച് 29 ഈ ക്ലാസ് തുടങ്ങുന്നത്. 2019 മാർച്ച് 29 ക്ലാസ് തുടങ്ങി. ഒരു കൊല്ലം ഒരു തടസ്സമില്ലാതെ നടന്നു. 2020 മാർച്ച് 23 ലോക്ക്ഡൗൺ വന്നു. 2019 മാർച്ച് 29 തുടങ്ങി. 2020 മാർച്ച് 23 ലോക്ക്ഡൗൺ വന്നു. എല്ലാ പരിപാടിയും നിർത്തി. പിന്നെ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു. പിന്നെ 1-2 ക്ലാസ് പിന്നെ നിന്നുപോയി. 1-2 പിന്നെ നമ്മൾ ഒറ്റക്ക് നടത്തി. ഇവിടെ ചിലത് വീട്ടിൽ, ചിലത് ഇവിടെ. മുടങ്ങിയില്ല. അന്നും ആയിരക്കണക്കായ ആളുകൾ സോഷ്യൽ മീഡിയ വഴി ഇത് കാണും. ഇത് 7ാമത്തെ കൊല്ലാണ്. ഇന്ന് 312. അള്ളാഹു നമ്മളെ സഹായിച്ചാൽ അടുത്ത ആഴ്ച 313. എന്താ ലക്ഷ്യം?
ആ കോടതിയിൽ വരുമ്പോൾ എന്താ ചെയ്ത് ഞാൻ നിന്നെപ്പറ്റി കേൾക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട് അതിരാവിലെ വെള്ളിയാഴ്ച എന്ന് പറയും. ഇതെന്താ എനിക്ക് വേണ്ടി ചെയ്തിട്ട്? ഞാൻ നിന്നെപ്പറ്റിയുള്ള കിതാബുകൾ നോക്കി, നിന്നെപ്പറ്റിയുള്ള ആസാറുകൾ, നിന്നെപ്പറ്റിയുള്ള വാക്കുകൾ, നിന്നെപ്പറ്റിയുള്ള കെലിമത്തുകൾ, ആയത്തുകൾ, വ്യാഴാഴ്ച പകൽ വ്യാഴാഴ്ച രാത്രിയൊക്കെ കാര്യമായി കിതാബുകൾ നോക്കും, അള്ളാഹിനെ പറ്റിയുള്ള വിഷയങ്ങൾ നോക്കും. ചിലപ്പോൾ അത് പറയും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും, എന്നാലും അത് നോക്കും റബ്ബിൻ്റെ സഹായത്താൽ. പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ വരും. അപ്പൊ ഇത് ഒരു ലക്ഷ്യമില്ല, ഒന്നുമില്ല. ദാറുൽ ഖുർആനിൽ പിരിവിന് വേണ്ടി തുടങ്ങിയതല്ല, എൻ്റെ ഉപ്പാക്ക് കൂലി കിട്ടാൻ വേണ്ടി തുടങ്ങിയതാണ്. ഉപ്പയാണ് ഇതിൻ്റെ മദാറ്. പിന്നെ 2021 ഉമ്മ മരിച്ചു, അപ്പോൾ ഉമ്മാനെയും അതിലേക്ക് കൂട്ടി. ഇപ്പോൾ 25 കൊല്ലാവുകയാണ്. ഈ ക്ലാസ്സിൽ വന്ന് മരിച്ചുപോയ മുസ്ലിങ്ങളായ മൊത്തം ആളുകൾക്കും ഇത് ഫിദ ആണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒരാൾ ഈ ക്ലാസ്സിൽ ഒരു വട്ടം അള്ളാഹിൻ്റെ വജഹിന് വേണ്ടി, ഈ ക്ലാസ് എന്നല്ല, 2000 നവംബർ 5 തുടങ്ങിയതാണ്. 2000 നവംബർ 5 അരീക്കോടാണ് ആദ്യം നമ്മളെ ക്ലാസ് തുടങ്ങുന്നത്. 2000 അതായിരിക്കും അവരെ നാട്ടിൽ. 2000 നവംബർ 5 എന്ന് തുടങ്ങിയതാണ്. ഇത് 2025 സെപ്റ്റംബർ അവസാനിക്കുകയാണ്. അതായത് 25 കൊല്ലം പൂർത്തിയായി. 25ാം കൊല്ലം ഇത് പൂർത്തിയാവുകയാണ്. 1.5 മാസം കഴിഞ്ഞാൽ, 1 മാസം കഴിഞ്ഞാൽ പൂർത്തിയാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹു സാക്ഷിയാണ് ഇതിനൊക്കെ, നിങ്ങൾ ഇതിൻ്റെ പ്രചാരകരായി മാറണം. ഇത് വലിയ അത്ഭുതങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാം എനിക്ക് പറയാൻ പറ്റൂല, ഇതിൻ്റെ വായ തുന്നിയിട്ടുണ്ട്, പറയാൻ പറ്റൂല. പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റൂല. ഇതിൻ്റെ പല രഹസ്യങ്ങളുണ്ട്, അത് എനിക്കറിയാത്തതുമുണ്ട്. എനിക്ക് ഒരു 5% എനിക്കറിയും, അത് എനിക്ക് പറയാൻ പാടില്ല. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ വരണം, ഇത് നിങ്ങൾക്ക് നാളെ എനിക്കും നിങ്ങൾക്കും ഇത് ഫലമുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അടുത്ത വെള്ളിയാഴ്ച എന്ത് മുടങ്ങിയാലും ക്ലാസ് മുടങ്ങിയത്, കുട്ടികളെ മുഴുവൻ കൊണ്ടുവരണം. എനിക്ക് 9 മക്കളുണ്ട്, 3 പേരക്കുട്ടികളുണ്ട്, 2 ഭാര്യമാരുണ്ട്. അവരൊക്കെ നിർബന്ധമായും പങ്കെടുക്കണം എന്ന് ഞാൻ അവരോട് എന്തൊക്കെ സുഖമുണ്ടെങ്കിലും മാറ്റിവെച്ച് വരണം. എന്തുകൊണ്ട്? അങ്ങനത്തെ ആളുകളുണ്ടാവും. അവരെ സദസ്സ് കൂടിയാൽ പോലും അള്ളാഹു പുറത്തേരും. അങ്ങനത്തെ ആളുകളോടുണ്ടാവും, അങ്ങനത്തെ ആളുകളുണ്ടാവും. അരിയതെന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ പറയാൻ ആളല്ല. പക്ഷേ അടുത്ത ക്ലാസ്സിന് എല്ലാവരും വരണം, ആളെ കൂട്ടിക്കൊണ്ടുവരണം. എല്ലാവരും കൂടി വന്നാൽ ഇത് വലിപ്പുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരണ്ട. കാലമാകുമ്പോൾ സിറിയയിലെ ഓത്തയിലായിരിക്കും ഏകദേശം മുസ്ലിമീങ്ങൾ അഭയം തേടുക. ഹബീബായ നബി പറഞ്ഞു, ഔത്ത എന്നൊരു പ്രദേശമുണ്ട് സിറിയയിൽ, അവിടേക്ക് മുസ്ലിങ്ങൾ അഭയം തേടും, അവിടെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടും. ഹബീബായ നബി പറഞ്ഞു 1400 കൊല്ലം. അപ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്ന സകലമാന മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ക്ഷമിക്കാൻ ആ നാടിന് കഴിയോ? ഔത്ത ചെറിയൊരു നാടല്ലേ നബിയെ? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, എന്താ ഉപമ? അങ്ങനത്തെ ഒരു ഉപമ എന്റെ ചെവി മുളച്ച് ഞാൻ കേട്ടിട്ടില്ല. ബീജബിന്ദുപേക്കേറിയാൽ അതിന്റെ ഋതുക്കൾക്കനുസരിച്ച് അത് വികസിക്കുമ്പോൾ ആ വികസനത്തിന് അനുസരിച്ച് ഗർഭപാത്രം വലുതാകുന്നത് പോലെ മുസ്ലിമീങ്ങൾ വരുന്നതിനനുസരിച്ച് ആ ഭൂമിയും വലുതായിക്കോളും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു ഉപമന്റെ ചെവി മുളച്ച് ഞാൻ കണ്ടില്ല. അല്ലാ, എനിക്ക് ആ ഉപമക്ക് പകരം ഒരു ഉപമന്റെ ജീവിതം കണ്ടില്ല. എന്താ ഉപമ? എന്തൊരു ഫിറ്റാണ് ഉപമ. ഭ്രൂണം വലുതായി, പിന്നെ കുട്ടിയായി, കുട്ടി വലുതാകുന്നതിനനുസരിച്ച് ഗർഭപാത്രം പൊട്ടൂലല്ലോ, ഗർഭപാത്രം വലുതാകുന്നത് പോലെ ആ ഗ്രാമത്തിൽ ആളുകൾ ചെല്ലുന്നതിനനുസരിച്ച് ആ ഗ്രാമം വലുതായിക്കോളും എന്ന് പുണ്യ റസൂൽ. നിങ്ങൾ എത്ര 10,000 വന്നാലും അടുത്ത ആഴ്ച ഈ ഭൂമി വലുതാവും. ഇത് അല്ലാഹുക്ക് വേണ്ടിയാ.
ഇന്നൽ അർള ലില്ലാഹ് ഇന്നൽ അർള ലില്ലാഹ് يورثها من يشاء من عباده والعاقبة للمتقين حسبي ربي جل الله إن الأرض لله إن الأرض لله إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين إن الأرض لله هذا سورة جوتك الله تعالى വലിയ റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല വലിയ റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല വലിയ റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു വലിയ റഹ്മത്ത് ചെയ്യട്ടെ. ആയത്തിന് ചോദിക്കുമ്പോഴത്തിന് പിന്നെ പറയുന്ന ഒരാളാണ് മോന്. ഒന്ന് എൻ്റെ മോൻ ആശം ഒന്നിവിടെ ഇല്ല. അവർക്ക് വലിയ ആയത്ത് പറയാൻ വലിയ താല്പര്യമുള്ള അല്ലാഹു തആല അങ്ങനത്തെ എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ അവർ രണ്ടാൾക്കും വല്ലാത്തൊരു ധൃതിയാണ്. പെട്ടെന്ന് പറയും. അല്ലാഹു തആല അവർക്ക് വലിയ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു. കുട്ടികളെല്ലാവരും അല്ലാഹു സാക്ഷിയായ എല്ലാ സുഹൃത്തുക്കളും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നൽ അവൻ്റെ അപ്പുറം പിന്നെ മൂസാ നബി അള്ളാഹിനെ കാണാൻ പോയ കഥ പറയാം. 128 ശേഷം 128 അടുത്ത പേജ് മതിക്കുമ്പോഴത്തിന് അള്ളാഹിനെ കാണാ വലമ്മ ഒറ്റ പേജിൽ മറിച്ചാൽ വലമ്മ ജാ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക. ഒറ്റ പേജ് മറിച്ചാൽ മതി. അള്ളാഹിനെ കാണാൻ ആവശ്യപ്പെട്ട കഥയാണ് അടുത്ത പേജ്. ഇത് 128 അല്ലേ മോനെ? قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين حسبي ربي جل الله قال موسى لقومه മൂസാ നബി തന്റെ ജനത്തോട് പറഞ്ഞു ഇസ്തഈനു ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ സഹായം ആർത്തിക്കുക വസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. പിന്നെ പറഞ്ഞു ഇന്നൽ അർള ലില്ലാഹ് ഭൂമി അല്ലാഹുവിൻ്റെതാണ്. അവൻ്റെ ദാസന്മാരിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അവൻ അത് അനന്തരമായി കൊടുക്കും. ശുഭമായ പര്യവസാനം മുത്തഖീങ്ങൾക്കായിരിക്കും. അല്ലെങ്കിൽ മുത്തഖീങ്ങൾക്ക് അവരുടെ പര്യവസാനം മിൽക്കായിരിക്കും. ഇതിന് രണ്ടാമത്തെ അർത്ഥം കൂടിയുണ്ട്. മുത്തഖീങ്ങൾ അവർ വിചാരിക്കും പോലെ മരിക്കും. മിൽക്കിയത്തിൻ്റെ ലാമായി കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ എഴുതിയേക്കണം. അങ്ങനെ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാമ മിൽക്കിയത്തിനായും കൊടുക്കാം. അപ്പോൾ അഴക്കബത്തു അവസാനം ശുഭമായ പര്യവസാനം ലിൽ മുത്തഖീൻ മുത്തഖീങ്ങളുടെ ഉടമസ്ഥതയിലായിരിക്കും. അതായത് ഞാൻ എങ്ങനെ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനായാൽ നീയായാൽ മിൽക്കിയത്തിൻ്റെ ലാമായിട്ടും ഒരിക്കൽ ഉസ്താദ് ഇതിന് അർത്ഥം വെച്ചിട്ടുണ്ട് എന്ന് പറയാം. 3-ാം തീയതി എഴുതി കൊടുക്കും. സെപ്റ്റംബർ എത്രയാണ്? സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച രാവിലെ 7:50 ഉസ്താദ് അങ്ങനെ അർത്ഥം വെച്ചിട്ടുണ്ട്. ഇതിന് മിൽക്കിയത്തിൻ്റെ ലാമം. ശുഭമായ നല്ല നിലക്ക് മരിക്കുക എന്നത് മുത്തഖീങ്ങളുടെ ഉടമസ്ഥതയിലായിരിക്കും. മുത്തഖീങ്ങൾ വിചാരിച്ചതുപോലെ മുത്തഖീങ്ങൾ മരിക്കും. اللهم اجعلنا منهم اللهم اجعلنا اللهم اجعلنا منهم 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 اللهم اجعلنا. നമ്മൾ ഏഴിമല മുത്തുത്തങ്ങൾ എന്നോട് സാക്ഷിയായ ഒരാൾ പറഞ്ഞു. രാവിലെ ആളുകൾ വന്നു, അവരോട് സംസാരിച്ചു. ധാരാളം ശിഷ്യന്മാർ വന്നു, സംസാരിച്ചു. അവരോടൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞു. സംസ്ഥാന കേരള ഉലമയുടെ പ്രസിഡൻ്റായിരുന്നു. വലിയ മഹാനായിരുന്നു. ഏഴിമല
മുത്തുത്തങ്ങളെ കേട്ടിട്ടില്ലേ? വലിയ മാനാണ്. നമ്മളെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മാനാണ് ഏഴുമല മുത്തുത്തങ്ങൾ. വലിയ മാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ പുറത്തുപോയി ഇനി ഭാര്യയും മക്കളും കൂട്ടുകുടുംബാദികൾ പെണ്ണുങ്ങൾ വന്നോട്ടെ. എനിക്കുടമ പറ്റിയ ആളുകൾ, പങ്ങന്മാർ, പെണ്ണ്, മക്കൾ, ഓരോടൊക്കെ വരാൻ പറയും. ഓരോട് കുറച്ച് വസിയത്ത് ചെയ്യാനുണ്ട്. അങ്ങനെ ഓരെല്ലാവരും കയറിയോ. ഇവരെല്ലാവരും ഓരോടൊക്കെ വർത്താനം പറഞ്ഞു. വസിയത്തിന് അവരെ കരച്ചിലും പിഴിച്ചിലും വർത്താനം ഒക്കെ കേട്ടു. ഒക്കെ കഴിഞ്ഞു. ഇനി പറഞ്ഞു, ഇനി നേരായി, നിങ്ങൾ ഇറങ്ങിക്ക്. ശിഷ്യന്മാർക്ക് യാസിനോടി കൂടി നടന്നു. യാസിനോടി മരിച്ചു. എൻ്റെ നാട്ടിനടുത്തായിട്ട് എങ്ങനെ അറിയാതിരിക്കും? അതാണ്. ഇരിക്കും പറയില്ല. പത്രത്തിൽ കാണുന്ന മാത്രമേ നമ്മളറിയാം. പത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ചാളുണ്ട്, ഓലറിയണം. എൻ്റെ അപ്പുറത്ത് ഏഴിമല മുത്തുത്തങ്ങൾ വലിയ മാനായിരുന്നു. ഈ അടുത്ത കാലത്ത് ജീവിച്ച മാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്മാരുടെ കൂട്ടത്തിൽ മാനാണ് ഏഴിമല മുത്തുത്തങ്ങൾ. അവർ വന്നു, യാസീനോദി മരിച്ചു. മുത്തഖീങ്ങളുടെ പര്യവസാനം മുത്തഖീങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ എങ്ങനെ മരിക്കണം ഞാൻ തീരുമാനിക്കും, മുത്തഖിയാണെങ്കിൽ. തിരിച്ചു വരാം, പറയാനല്ല ഇത് വന്നത്. പക്ഷെ എൻ്റെ ചുരുക്കോണ്ട് പറഞ്ഞു വരാം. എത്രയോ ആളുകളുണ്ട്, തൊടുവിലൊക്കെ ആടൊക്കെ വെട്ടിച്ചു. നമ്മളെ ഈ ഇവിടെ ഓട്ടോറിക്ഷക്കാരൻ മജീദ് എറണാളില്ലേ, ഇവിടെ ഓട്ടോറിക്ഷക്കാരൻ മജീദാക്കാം. ദാറുൽ ഖുർആന്റെ പണി കഴിഞ്ഞിട്ട് വേറെ പണി എടുക്കുള്ളൂ. തലേന്ന് രാത്രി സൈഡൊക്കെ ചെത്തിച്ചു, അവിടെയൊക്കെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു, കാടൊക്കെ വെട്ടി, വീട്ടുവളപ്പിൻ്റെ പരിസരമൊക്കെ വെട്ടി. 4 മനുഷ്യന്മാർ വന്നാൽ നിൽക്കാൻ തരം ഉണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ കുട്ടികളെ മദ്രസയെ കൊണ്ടേയാക്കി. ട്രിപ്പിൽ ഇവിടെ ഓടും, ഓട്ടോറിക്ഷക്കാരനാണ്. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി മദ്രസയിലാക്കി. അദ്ദേഹം കൂളിമാട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ടു. ആ ഓട്ടോറിക്ഷൻ്റെ സ്റ്റാരിങ്ങിലേക്ക് കൈ ഇങ്ങനെ കുത്തി വെച്ചു. അദ്ദേഹം മദ്രസയെ കൊണ്ടേയാക്കിയ കുട്ടികൾ അള്ളാഹ്ന്ന് പഠിക്കുകയാണ്. അന്നേരത്ത് അദ്ദേഹം മരിച്ചു. സിനിമകൾക്ക് ആളെ കൊണ്ടേ വിട്ടിട്ട് മരിക്കാലോ. ലോക്കാക്കട്ടെ. അറിയില്ല, ഞാൻ അങ്ങനെയും വെക്കാം. അറിയാതെ ഒരുത്തനങ്ങനെ മുക്കത്ത് പോകണം തന്നു. കള്ളുഷാപ്പിൻ്റെ അടുത്തേ പറഞ്ഞു, ഇവിടെ നിർത്ത് പൈസയും കൊടുത്ത് വിട്ടു. അപ്പോൾ പറഞ്ഞു, കള്ളുഷാപ്പ് കാണും ഞങ്ങൾ കൊണ്ടുവരില്ല. ഇനി അതെന്നെ എന്നോട് പറഞ്ഞു, എന്നാലും അവസാനത്തെ ട്രിപ്പ് കള്ളുഷാപ്പാക്കുമല്ലോ. ഇതൊന്നുമല്ല, അവസാനത്തെ ട്രിപ്പ് അള്ളാഹ്ന്ന് പഠിക്കണ കുട്ടികളാണ്, പാവപ്പെട്ട മക്കൾ, എട്ടുമുട്ടും തിരിയാത്ത മക്കളെ മദ്രസ കൊണ്ടേയാക്കി. സ്റ്റാറിങ് നമുക്ക് കയ്യാണ് കുത്തി മരിച്ചു. താൻ എങ്ങനെ തന്റെ ശുഭമായ പര്യവസാനം മുത്തഖീങ്ങൾക്ക് അവരുടെ ഉടമസ്ഥതയിലാക്കുമല്ലോ. ഞാൻ എങ്ങനെ മരിക്കണമെന്ന് അവൻ മുത്തഖിയാണെങ്കിൽ അവൻ തീരുമാനിക്കും. തിരിച്ചു ഭൂമി അള്ളാഹുവിൻ്റെതാണ്, ഒരാൾക്കും അള്ളാഹു അത് കൊടുത്തിട്ടില്ല. തൽക്കാലം അവൻ കൈവശം വെച്ചേ ഉള്ളൂ. മുമ്പാന്റെ ബാപ്പ, പിന്നെ അവൻ, പിന്നെ വേറെ ആൾ. നിങ്ങൾ 10,000 ആളൊക്കെ ഉണ്ടാകുന്നാലും ഇവിടെ നിറയും. ഇവിടെ ഉണ്ടാവും, മനസ്സിലുണ്ടാവും, പേടിക്കണ്ട. ആളുകളൊക്കെ വന്നാൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾ പേടിക്കണ്ട, ഭക്ഷണം ഉണ്ടാവും, ഒക്കെ ഭക്ഷണം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, 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 അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നലെ എല്ലാ അറബി മാസത്തിൻ്റെയും തുടക്കം ഞാൻ മുത്തുനബിൻ്റെ സ്വഹാബിൻ്റെ അടുത്ത് പോകാറുണ്ട്. റളിയല്ലാഹു അൻഹു തമീമുൽ അൻസാരി തങ്ങൾ. അവരാണ് മതി, അവരാണ് പാറപ്പള്ളി കിടക്കുന്നതാണെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ അവരെവിടെയാണെങ്കിലും ഞാൻ അവരെയാണ് സിയാറത്ത് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരു ഖിലാഫുണ്ട്, അതാ അവിടെയല്ല, അങ്ങനെയും കുത്തിത്തിരിപ്പിന് ആളുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് അവരെയാണ്.
അവരാരാണ്? അവര് മൂന്ന് തെമീമുകളിൽ ഒന്ന് തെമീമുൽ അൻസ്വാരിയാണ്. ഒരഭിപ്രായം തെമീമുദ്ദാരി അൽ അൻസ്വാരി. പാറപ്പള്ളി കിടക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ ഇഷ്ടഭാജനമായ ബദ്റിൽ പങ്കെടുത്ത സ്വഹാബിയാണ് തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ചാരെ എല്ലാ അറബ് മാസത്തിന്റെയും തുടക്കത്തിൽ ഞാൻ പോകാറുണ്ട്. എല്ലാ അറബ് മാസത്തിന്റെയും തുടക്കത്തിൽ പോകും. ഒന്നിനാണ് പോവുക, അല്ലെങ്കിൽ 30 രാത്രി. ഈ ആഴ്ച നീട്ടാനുള്ള കാരണം വെള്ളിയാഴ്ച രാവും കൂടി ഒത്തുകിട്ടാൻ വേണ്ടിയാണ്. ഇന്നലെ 3-ാം രാവാണ്, 3-ാം രാവുമാണ്. അതേ സമയത്ത് വെള്ളിയാഴ്ച രാവ്. അപ്പോൾ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. 313 പരിപാടിക്ക് നിങ്ങൾ വരണം. അവർ വരും. ഇൻഷാ അല്ലാഹ് വരും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹ്. അവരൊക്കെ വലിയ റഹീമുൽ ഖൽബായ ആളുകളാണ്. ഞാൻ അവരെ ക്ഷണിച്ചിട്ടേ വേറെ ക്ഷണിക്കുള്ളൂ. അവർ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരും. അവരാരാ? മുസ്തഫായ പുണ്യ റസൂലിന്റെ പ്രഗൽഭ സ്വഹാബിയാണ് തമീം റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നൽ അർള ലില്ലാഹി യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. ലക്ഷ്യം റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാനാണ്. ആര്? എല്ലാവരും രക്ഷപ്പെടും. കാലം അതിന്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിന്റെ അവസാനം അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. കാലം അതിന്റെ അവസാനത്തെ കുറിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഈ വിനീതൻ എഴുതിയ ഒരു പുസ്തകം പുറത്തു വരുന്നുണ്ട്, സാത്താന്റെ നവലോകക്രമം. ഇൻഷാ അല്ലാഹ് ആ വേദിയിലുണ്ടാവും. അതെന്തിനാണ് ആ പുസ്തകം എഴുതിയെന്ന് വെച്ചാൽ ആ പുസ്തകം എഴുതിയപ്പോൾ ഉണ്ടായ പ്രയാസങ്ങൾ വളരെ വലുതാണ്. ഭയങ്കര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എനിക്കറിയാം എന്തുകൊണ്ട്. പിശാചിന്റെ കളികളെ കുറിച്ചാണ് പുസ്തകം. ആഖിർ സമാനാണ്. എല്ലാത്തിൽ പിശാച് കളിക്കാണ്. എല്ലാം ചിന്തിക്കും. പിശാച് കളിക്കും. ഇനി ഒരു വഴിയുള്ളൂ. എന്ത്? അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി നടത്തപ്പെടുന്ന കാര്യങ്ങളിൽ അഭയം തേടണം. സ്റ്റേജിന്റെ മുന്നിലും പിന്നിലും തിരക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഇനി ആര് സ്റ്റേജിൽ തിരക്കാൻ പോയാലും നഷ്ടം സംഭവിക്കും. എന്തുകൊണ്ട്? ഇതുപോലൊരു ഭയാനകമായ കാലഘട്ടം ഫിറഔന്റെ കാലത്തുണ്ടായിട്ടില്ല. ഇല്ല, ഇങ്ങനെ ഒരു ഭയാനകമായ കാലം ഫിറഔന്റെ കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. നമ്രൂദിന്റെ കാലത്തുണ്ടായിട്ടില്ല. മാനവകുലം കണ്ടതിൽ ഏറ്റവും അപകടകരമായ കാലത്താണ് ഇന്ന് മനുഷ്യനെത്തിയിട്ടുള്ളത്. ഭയാനകം. ഈ കാലത്തിനെയാണ് ദുഹാൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ അല്പം വിശദീകരിക്കും. ദുഹാൻ ഞാൻ പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദുഹാൻ 1900 തുടങ്ങി. 125 കൊല്ലാണ് ദുഹാൻ തുടങ്ങിയിട്ട്. ഖിയാമത്ത് നാളിന് മുന്നോടിയായി എന്ത് സംഭവിക്കും? ദുഹാൻ ഉണ്ടാവും. എന്താ ദുഹാൻ? ഒരാൾക്ക് സ്വന്തം കയ്യിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത മൂടൽ, തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതിനാണ് ദുഹാൻ എന്ന് പറഞ്ഞാൽ. ഒരു പുക മൂടിയാൽ അവിടെ പൂച്ചയാണോ ആടാണോ കോഴിയാണോ നായാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യനാണോ ജിന്നാണോ മനസ്സിലാക്കാൻ കഴിയില്ല. എന്ത് മൂടിയാൽ? ദുഹാൻ മൂടിയാൽ. ഇതന്നെ ഈ പീരീഡ്. ഹക്ക് എന്താണ് ബാത്തിൽ എന്താണ് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്തവനല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാണ് ദുഹാൻ. ഇനി ഒരു ദുഹാൻ ഉണ്ടാവില്ല എന്നല്ല, ഒരു ഫിസിക്കലി ദുഹാൻ ഉണ്ടാകുന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഫിസിക്കലി ദുഹാൻ നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. സ്പിരിച്വലി ദുഹാന പ്രശ്നം. മനസ്സിലായില്ല? നിങ്ങൾ നല്ലോണം എൻ്റെ മുഖത്തേക്ക് കണ്ണു നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി. അവസാന ദിവസ കാലത്ത് ഖിയാമത്ത് നാൾ തലേന്നൊരു പുക മൂടിയാൽ നിനക്ക് എന്താ ലാഭം? നിനക്ക് എന്താ നഷ്ടം? ജി മുഅ്മിനാണ്, നിനക്ക് ലാഭം, നിനക്ക് അതോ പോതുകൊണ്ട് നിനക്ക് നഷ്ടം? കണ്ണിലും മൂക്കിലും കുറച്ച് പുകയാവും. നാളെ ഖിയാമത്ത് നാളെ ഒന്ന് മനസ്സിലാവും ചെയ്യും. അത്രയേ ഉള്ളൂ. എനിക്ക് നഷ്ടണ്ട. പുക എൻ്റെ ഈമാൻ നശിപ്പിക്കില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഴുവൻ ഈമാൻ നശിക്കണമായിരുന്നു. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായും വൈകുന്നേരം കാഫിറാവും. എന്തുകൊണ്ട് പറയട ചങ്ങായി? 25 കൊല്ലയിലേ കേൾക്കണ്. പറ എന്തുകൊണ്ട്? തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. ആയത്തോതിയിട്ട് ഷിർക്കിന് വാദിക്കുന്നവരുണ്ട്, കുഫറിന് വാദിക്കുന്നവരുണ്ട്. ആയത്തോതി അല്ലാഹ് വാദിക്കുന്നവർ കേരളത്തിലുണ്ട്. നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്ത്
തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. എന്തു കേട്ടാൽ അതാ സത്യം നട തോന്നുക. എന്ത് കേട്ടാലോ സത്യം നടന്നു. എന്തുകൊണ്ട്? ദുഹാൻ 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 1900 തുടങ്ങി. ദുഹാൻ 125 കൊല്ലമായി. ദുഹാനായിട്ട് 125 കൊല്ലവും ദുഹാനാണ്. ഇതിനാണ് സ്പിരിച്വലി ദുഹാൻ. ഇതാണ് ദുഹാൻ. തിരിച്ചറിവ് നഷ്ടപ്പെടുക.